ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കാം. അതിന് ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ മതി ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 3-4 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാര പൊടിച്ച് ചേർക്കും നമ്മൾ. മൈദ, 3 മുട്ട, പിന്നെ വിപ്പിംഗ് ക്രീമാണത്. ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ കിട്ടും നമുക്ക്. പിന്നെ വാനില എസൻസ്, ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സിലാണ് നമ്മൾ അളവെടുത്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. 1.5 ഗ്ലാസ് മൈദ എടുക്കുന്നത്. എന്നിട്ട് നന്നായി അതിലേക്ക് ഇടുക നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പിന്നെ കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം അരിക്കുക. നല്ല രീതിയിൽ അരിക്കുമ്പോൾ നമുക്കത് നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 3-4 പ്രാവശ്യം അരിക്കുക. പിന്നെ 3 മുട്ട, അതിൻ്റെ വെള്ളം എടുക്കുക. എന്നിട്ട് നന്നായി അടിച്ച് നന്നായി പതഞ്ഞ് വരും. അത് നമുക്ക് ബീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വേഗം തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് എല്ലാണ്ട് സെറ്റാക്കാം. പഞ്ചസാര അതൊക്കെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇടുക. കണ്ട ഇളക്കി വരുമ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല ഇതിൽ കിട്ടും. അതിലേക്ക് കുറേശ്ശെ പൊടിയിട്ട് ഇളക്കി അതിലേക്ക് 1/2 ഗ്ലാസ് ഓയിൽ ഒഴിക്കുക. പിന്നെ മുട്ടയുടെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും ഒഴിച്ച് ഇങ്ങനെ ഇളക്കി ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ചും കൂടി ഓയിൽ വേണം തോന്നി, അതുകൊണ്ടാണ് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചത്. നന്നായി ഇളക്കി. ഇനി നമ്മൾ പാത്രത്തിൽ അടിയിൽ വെറുതെ നമ്മുടെ പേപ്പറിൽ വെളിച്ചെണ്ണ പറ്റി വെച്ചാലും മതി, മറ്റേ പേപ്പറൊന്നും വേണമെന്നില്ല. എന്നിട്ട് കുറച്ച് ഓയിലൊക്കെ പരട്ടി അതിലൊഴിച്ച് വെച്ചൊരു 20 മിനിറ്റ്. പിന്നെ പഞ്ചസാര ലായനി ഉണ്ടാക്കുക. ഇതിൽ ഒഴിക്കാൻ സോഫ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അങ്ങനെ കേക്ക് സൂപ്പറായിട്ട് കിട്ടി. നല്ല സോഫ്റ്റ് ഉണ്ട് കേക്ക്, അടിപൊളി. അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് മുറിച്ചെടുക്കുകയാണ്. അത് ലായനി പോലെയാക്കാൻ വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്തിട്ട് ചെറുതായി ചൂടാക്കി എടുക്കുക. അത് തണക്കണം, എന്നിട്ട് വേണം ഒഴിക്കാൻ നമുക്ക്. അതിൻ്റെ ഒപ്പം വിപ്പിംഗ് ക്രീം വേറെ എടുക്കുക. അതിൽ പഞ്ചസാര പൊടിച്ചത് ഇടുക. അത് നന്നായി ബീറ്റ് ചെയ്യുക. പതഞ്ഞ് പൊന്തി വരും. നല്ല രീതിയിൽ പതഞ്ഞ് പൊന്തി വരും. അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് പതുക്കനെ മുറിച്ചെടുക്കുക. ചൂടാറിയിട്ട് വേണം മുറിക്കാൻ, അല്ലെങ്കിൽ പൊട്ടും. എന്നിട്ട് ഇതിൽ നമ്മൾ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക സോഫ്റ്റ് ആവുന്നതിനനുസരിച്ച്. അത് കഴിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കേക്ക് ഉണ്ടാക്കലൊക്കെ കൊളാവലായിരുന്നു. ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ നമ്മുടെ ഫ്രണ്ട് സെറ്റാക്കി തന്നതാണ്. കേക്ക് അടിപൊളിയായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഒറ്റയ്ക്ക് പരീക്ഷിച്ച് നോക്കണം. എന്തായാലും താങ്ക് യു ഷിബ ടീച്ചർ. ഇനി നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് മേലക്കൂടെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ സൂപ്പർ കേക്ക്. 2 പേരും കൂടി മുറിക്കുകയാണ്. ആമിക്കുട്ടിയും കണ്ണമ്മോനും കൂടി മുറിച്ച് അടിച്ച് ഞങ്ങൾ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു.